തോട് മുറിച്ച് കടക്കാൻ സൗകര്യപ്രദമായ പാലമില്ലാത്തതിനാൽ 2 വർഷമായി സ്കൂളിൽ പോകാൻ കഴിയാതെ ഭിന്നശേഷിക്കാരി. തിരുവനന്തപുരത്ത് വെള്ളനാടാണ് സംഭവം. പാലം നിർമ്മിച്ചു നൽകാൻ പഞ്ചായത്തിൽ ബന്ധപ്പെട്ടെങ്കിലും പരിഹാരമുണ്ടായില്ല. നേരത്തെ ഉണ്ടായിരുന്ന പാലം തകർന്നതോടെയാണ് താൽക്കാലികമായി ഒരു ഇലക്ട്രിക് പോസ്റ്റ് വെച്ച് പാലം പണിതിരിക്കുന്നത്. കാണാം. സ്കൂളിൽ മണിമുഴങ്ങുമ്പോൾ അവൾ അവിടെ കാത്തിരിക്കും, പുസ്തകങ്ങളുമായി മറുകരയെത്താമെന്ന പ്രതീക്ഷയോടെ. 2 വർഷം കൊണ്ട് ആ കൊച്ചു വീട്ടിലിരുന്ന് കരയാണ്. സ്കൂളിൽ പോകാൻ പാടില്ല എന്നും പറഞ്ഞു. എല്ലാ കുട്ടികൾ കളിക്കും, ഞാൻ കളിക്കും. ഡാൻസ് കളിക്കും. ആണോ? ഇവിടെ വന്ന് എല്ലാവരോടും സംസാരിച്ച് ഇവിടുത്തെ ആക്ടിവിറ്റികൾ നന്നായിട്ട് ചെയ്തുകൊണ്ട് ഒരു കുട്ടിയാണ്. ഇപ്പോൾ അവിടെ പോയപ്പം കുട്ടി പിന്നോട്ട് പോയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. സന്ധ്യക്ക് പഠിക്കണം, കൂട്ടുകാരത്ത് ഒരുമിച്ചിരിക്കണം. പക്ഷെ നിറങ്ങളുടെ മറുകരയെത്താൻ പാലമാണ് തടസ്സം. റോഡിലേക്ക് കടക്കാൻ പാലമുണ്ടായിരുന്നു. 2 വർഷം മുന്നേ പാടെ പൊളിഞ്ഞു. തൊട്ടടുത്തായി പാലമുണ്ടാക്കി, വൈദ്യുതി പോസ്റ്റ് കൊണ്ടൊരു പാലം. ഭിന്നശേഷിക്കാരിയായ മകൾക്ക് പക്ഷെ പാലം കടക്കാൻ പേടിയായി. സ്കൂളിൽ പോക്ക് മുടങ്ങി. പോസ്റ്റിനുമേൽ മരപ്പലക വെച്ചു അച്ഛൻ. അതിളകുമ്പോൾ സന്ധ്യക്ക് പേടി കൂടി. ആ പാലത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ മോൾക്ക് ഭയങ്കര പ്രയാസമാണ്. അങ്ങോട്ട് കയറാൻ പറ്റൂല, പേടി. കാലെടുത്ത് വയ്ക്കാൻ അവൾ പിന്നെ തിരിഞ്ഞു പോരും. പിന്നെ ഒരു നിവൃത്തിയില്ല. സ്കൂളിൽ പോയിട്ട് 2 വർഷം കഴിഞ്ഞു. പാലമെന്ന ആവശ്യവുമായി പലകുറി പഞ്ചായത്ത് കയറിയിറങ്ങി. ഇതുവരെ നടപടിയായില്ല. പാലത്തിന്റെ അതിർവരമ്പിൽ സ്കൂളും പഠനവും നിഷേധിക്കപ്പെട്ടു. സ്കൂളിൽ പോയിക്കൊണ്ടിരുമ്പോൾ നല്ല ഒരു സംസാരത്തിനൊക്കെ നല്ല ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം അങ്ങ് മാറി മൗനമായിട്ടിരിപ്പാണ് ഇപ്പോൾ. അവൾക്ക് സ്കൂളിൽ പോകണം, കൂട്ടുകാരെ കാണണം, കളിക്കണം, ചിരിക്കണം. യൂണിഫോമും ബാഗും പുസ്തകങ്ങളുമായി എന്നു പോകും സ്കൂളിൽ എന്ന് ചോദിച്ചാൽ മറുപടി ഇങ്ങനെ: പാലം വന്നാക്കിട്ട് പോവാം. ഒരു ചെറിയ ഉറപ്പുള്ള പാലമാണ് ആവശ്യം. അവൾക്ക് നിറമുള്ള ചിരി നൽകാൻ ആ ഒരു പാലം മതിയാകും. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ എത്രമാത്രം ഭിന്നശേഷി സൗഹൃദങ്ങളാണ് അല്ല എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ വാർത്ത. ഒരു പാലം അവിടെയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അവിടെ പോയി സമാധാനത്തോടെ പഠിക്കാമായിരുന്നു. ഭിന്നശേഷിക്കാരായ മനുഷ്യരെ വളരെ കരുണയോടുകൂടി മാത്രമല്ല നമ്മൾ കണക്കാക്കേണ്ടത്. അവർക്ക് അവകാശങ്ങളുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവും.